എല്ലാവർക്കും ഹോളിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരിവേട്ട, ഡൊമിനിക്, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആസാദി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ആസാദി സിനിമ സ്വന്തമാക്കിയത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ശ്രീനാഥ് ബാസി, ലാൽ തുടങ്ങിയവരാണ് ആസാദി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 27-നാണ് ആസാദി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. 2023-ലാണ് കർണൻ നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലമായിട്ട് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ സൈനപ്ലൈ ആണ് കർണൻ നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റോഷൻ മാത്യു, ദിലീഷ് പോതനാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് റോന്ത് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ റോന്ത് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് റോന്ത് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 15-ഓടുകൂടി റോന്ത് സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്ര ഇനി ആരും തന്നെ കാത്തിരിക്കുന്നില്ല. കാരണം സിനിമയുടെ OTT വരുന്നില്ല. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. തമനയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ബാന്ദ്ര. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂൺ മാസം 30-ന് മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. അടുത്തൊരു അപ്ഡേറ്റ് പരിവാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പരിവാർ സിനിമ നേടിയെടുത്തത്. ഇന്ദ്രൻസ്, ജഗദീഷാണ് പരിവാർ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നിന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് പരിവാർ സിനിമ ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പെരുമാനി സിനിമ നേടിയെടുത്തത്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. പക്ഷേ പെരുമാനി സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചുവെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂൺ മാസം 28-ഓടുകൂടി പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ത്രില്ലർ സിനിമയാണ് ചെക്ക്മേറ്റ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ചെക്ക്മേറ്റ് ഇറങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. നല്ലൊരു കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. ആദിവാസികളുടെ സമരമാണ് നരിവേട്ടയിൽ കാണിക്കുന്നത്. സുരാജും ടോവിനോ തോമസുമാണ് നരിവേട്ടയിൽ അഭിനയിച്ചിരിക്കുന്നത്. രണ്ടുപേരും പോലീസായിട്ടാണ് നരിവേട്ടയിൽ വരുന്നത്. ഇപ്പോൾ ഇതാ നരിവേട്ടയുടെ OTT വിറ്റുപോയെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മനോരമ മാക്സും ആമസോൺ പ്രൈമും കൂടി നരിവേട്ടയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും നരിവേട്ട എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഇതുവരെ ഡൊമിനിക്കിൻ്റെ OTT വന്നിട്ടില്ല. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ വരുന്നത് നോക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയാണ് ഡൊമിനിക് സിനിമയിലെ നായകൻ. അതുപോലെ ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയായിരുന്നു. അങ്ങനെ അവസാനം ഡൊമിനിക് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ ഒരുപാട് സിനിമകൾ ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കീറ്റിന് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചത്. സിനിമ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് വാഷ് ഔട്ടായി. കാരണം സർക്കീട്ട് ഒരു ചെറിയ സിനിമയാണ്. ഒരു കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു ആസിഫ് അലി സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സൺനെസ്റ്റ് സർക്കീട്ട് സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കാണാനുള്ളത്. ജൂലൈ മാസം 29-ന് സർക്കീട്ട് സിനിമ സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. പക്ഷേ ഇതുവരെയായിട്ടും റിലീസാകുന്നില്ല.
കാരണം OTT വാങ്ങിച്ചത് മനോരമ മാക്സ് ആണ്. മനോരമ ഒരു OTT വാങ്ങിച്ചാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് റിലീസാക്കുന്നത്. ഹണ്ട് സിനിമ ഇതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ ഒരുങ്ങുകയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തു. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ജൂൺ മാസം 29-ന് മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.